ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അഭിവന്ദനായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുൽ ഗഫൂർ കേട്ടി, വേദിക്ക് സ്വാഗതം ആശംസിച്ച അബ്ദുൽ ഖാദർ സാഹിബ്, ഉദ്ഘാടനം ചെയ്ത അഭിവന്ദനായ മല്ലച്ചേരി അബ്ദുള്ള സാഹിബ്, വേദിയിലുള്ള അഭിവന്ദനായ അബ്ദുൽ അസീസ് ഉസ്താദ്, തിരുവള്ളൂർ മഹല്ല് UAE ഭാരവാഹികൾ, പ്രിയപ്പെട്ട അനുഗ്രഹീത വ്യക്തിത്വങ്ങളെ, വിശ്വാസിനികളെ, അല്ലാഹു തആല നമ്മെ സംഗമിച്ചത് ദീനീ പ്രവർത്തനത്തിൽ തൗഫീഖ് വർദ്ധിക്കാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ മഹല്ലിൽ നിന്നും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശിഷ്യ ഇന്നിവിടെ അനുസ്മരിക്കപ്പെടാൻ നിൽക്കുന്ന ബഹുമാനനായ AC അവറുകളുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗീയ നിഅമത്തുള്ള സന്തോഷമുള്ള ഖബറായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പ്രയാസം ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഹക്ക് കൊണ്ട് റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും അഫ്വും നൽകി ഖബർ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പരസ്പരം കൈമാറാവുന്ന ഏറ്റവും വലിയ നിഅമത്ത്, സന്തോഷം നൽകാവുന്ന വഴി പരസ്പരം നൽകുക എന്നതാണ്. ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇബാദത്തും മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും സമാധാനം കൈമാറലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും സന്തോഷം പകരാൻ സാധിച്ചാൽ മനുഷ്യൻ്റെ ജീവിതം ധന്യമാണ്. അതിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു ബഹുമാനനായ AC എന്ന് നേരത്തെ തന്നെ എന്നെക്കാളേറെ അനുഭവിച്ച് ബോധ്യമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. മറ്റു മനുഷ്യരെ സന്തോഷിപ്പിക്കാനും വിശിഷ്യ എല്ലാ മതവിഭാഗങ്ങളെയും സ്നേഹിക്കുകയും വിശ്വാസികളെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിയുടെ മനോഭാവം ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ട് അതിൻ്റെ നല്ല ഒരു മാതൃക നിങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് നമ്മുടെ സമുദായത്തിൻ്റെ പല പരിസര പ്രദേശങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ സാധ്യമായ ഒരു മഹൽ വ്യക്തി എന്ന രീതിയിൽ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ ആ വ്യക്തിത്വത്തിന് അല്ലാഹു മരണാനന്തര ജീവിതവും അനുഗ്രഹമുള്ള സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമ്മുടെ സഹവാസികളായ നമ്മോടൊപ്പം ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് സമാധാനം നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യലാണ്. അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബി അഖീക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്
നീ നിന്റെ സഹോദരന്റെ മനസ്സിന് നൽകുന്ന സന്തോഷമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചതിന്റെ പേരിൽ സ്വർഗം നേടിയ മഹാന്മാർ പൂർവ്വകാലത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ചെറിയ പ്രതിസന്ധി നീക്കിക്കൊടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്വർഗം നേടിയ മഹാന്മാർ ഒരുപാട് പൂർവ്വകാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖത്തുണ്ടാകേണ്ട പ്രസന്ന ഭാവത്തെ പരിചയപ്പെടുത്തിയ ഹദീസിൽ ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നീ നിസാരമാക്കരുത്, ഒരു നന്മയെയും നിസാരമാക്കരുത്. എന്നിട്ട് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പ്രസന്നഭാവത്തോടെ പുഞ്ചിരിക്കുന്നതിന് നിസാരമായി കാണല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെ അങ്ങനെ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. മനുഷ്യന് സ്വർഗം നേടാനും മനുഷ്യന് നരകത്തിൽ പോകാനും കാരണമാകാറുള്ളത് വലിയ തിന്മകളെക്കാളും പൊതുവെ ചെറിയ തിന്മകളാണ്. സ്വർഗം നേടാനും ആവശ്യം ചെറിയ അമലാണ്, നരകത്തിലേക്ക് പോകാനും കാരണമാകുന്നത് ചെറിയ അമലാണ്. ഒന്ന് ചെറിയ ഒരു വലതുഭാഗത്തേക്ക് തുപ്പുന്നതിന് നിസാരമാക്കി ഒന്ന് തുപ്പിയാൽ മതി, അത് വലിയ ഗൗരവമായി മാറും. എന്നാൽ വളരെ സിമ്പിളായ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ വിശ്വാസികളായ ആളുകൾക്ക് വഴി പഠിപ്പിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് ഒരുപാട് തവണ ജീവിതത്തിൽ കേട്ടനുഭവിച്ചൊരു ചരിത്രമാണ്. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ തെമ്മാടിയായിരുന്ന പെണ്ണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയത് പലരും പഠിച്ചിട്ടുണ്ടാകും. മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ഒരാൾ വഴിയിലുള്ള ഒരു മുള്ള് നീക്കിവെച്ചതിന്റെ പേരിൽ അള്ളാഹു അയാൾക്ക് സ്വർഗം വിധിച്ചുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചെറിയ അമലിനെ വളരെ ഗൗരവത്തോടെ കാണണം. നാം ഇന്ന് തിന്മ ചെയ്യുമ്പോൾ വലിയ തിന്മയെ ഗൗരവത്തോടെ കാണുകയും അതിന് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചെറിയ തിന്മയെ നമുക്ക് വളരെ നിസ്സാരമാണ്. അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരു അന്യ പെണ്ണിന്റെ ഔറത്തിലേക്കൊന്ന് നോക്കിപ്പോയാൽ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് ചിന്തിക്കാതെ അത് പതിവാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. മൊബൈൽ ഫോൺ എടുത്ത് ആരോടെങ്കിലും ഒന്ന് കളവ് പറയുമ്പോൾ എത്താത്ത സ്ഥലത്ത് എത്തിയെന്ന് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അതിനെ നിസ്സാരമായി പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവത്തോടെ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഗണിക്കേണ്ട തിന്മകൾ വളരെ നിസ്സാരമായി നമ്മുടെ കൽബിന് തോന്നുന്ന തിന്മകളാണെന്ന് മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൽബീസുൽ ഇബ്ലീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന തിന്മ അത് പൊതുവെ മനുഷ്യന്റെ പരലോക പരാജയത്തിന്റെ പ്രധാന നിമിത്തമാവാറുണ്ട്. പരലോകത്തെ വിജയത്തിന്റെ നിമിത്തവും അങ്ങനെ തന്നെയാണ്. ചെറിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് സ്നേഹത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഓർത്ത് ചെറിയ റഹ്മത്ത് ചെയ്യുന്നത് ആഖിറത്തിൽ വലിയ റഹ്മത്തിന്റെയും അള്ളാഹുവിനെ ഓർക്കാതെ റബ്ബിനെ നിസ്സാരവൽക്കരിച്ച് ചെറിയ തിന്മ ചെയ്യുന്നത് ആഖിറത്തിലെ വലിയ പരാജയത്തിന്റെയും കാരണമായേക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്നാണ് വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. സന്തോഷത്തോടെ ഒരു മുഖപ്രസന്നതയോടുകൂടെ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതിനെ പോലും നിസ്സാരമായി കാണല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല അമൽ അതാണ്. ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും, ഇനി അതിന് കഴിയൂലേ എന്നാൽ നല്ലൊരു വാക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് പിരിയണം. ഇതിനും കഴിയാത്തൊരു മനുഷ്യൻ ഭൂമിയിലില്ലല്ലോ. രണ്ട് കാര്യങ്ങളാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞത്. ഒന്നെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റണം, പുഞ്ചിരിക്കാൻ പറ്റുന്നില്ലേ ഒന്ന് നല്ല പദപ്രയോഗമെങ്കിലും നടത്തി അവനോട് പിന്നെ പിരിഞ്ഞു പോരാൻ പറ്റണം. ഇത് രണ്ടും പറ്റാതെ ഒരാൾക്ക് മുഅ്മിനായി ജീവിക്കാൻ സാധ്യമല്ലെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നല്ല ദീനി രംഗത്തുള്ളവരിൽ പോലും മതപരമായി അതല്ലെങ്കിൽ ധാർമ്മികമായി വളരെ മുന്നിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നവരിൽ പോലും പുഞ്ചിരിക്കാനുള്ള മനോഭാവത്തിന്റെ കുറവുണ്ടാകാറുണ്ട്. ഒരു നല്ല വാക്ക് പറയാൻ മനസ്സ് കാണിക്കാതെ പോകുന്നവരുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വലിയൊരു സന്തോഷ വാർത്ത പരസ്പരം സന്തോഷം നൽകുന്നവന് സമ്മാനിക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മാ അദ്ഖല റജുലുൻ അലാ മുഅ്മിനിൻ സുറൂറ. ഒരു മനുഷ്യൻ തന്റെ ഒരു സഹോദരന് ഒരു സന്തോഷം കൈമാറിയാൽ, ഒരു മുഅ്മിനിന്റെ കൽബിനൊരു സന്തോഷം കൈമാറിയാൽ, ഇല്ലാ ഖലഖല്ലാഹു അസ്സ വജല്ല മിൻ ദാലിക സുറൂരി മലക. തന്റെ സഹോദരനെ സന്തോഷിപ്പിക്കുന്നതോടെ അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആ മലക്ക് അവൻ്റെ കൂടെയുണ്ടാകും. അവൻ മരിച്ച ഖബറിലെത്തുമ്പോൾ ഒന്ന് ചോദിക്കും, അമാ താരിഫിനി, മനുഷ്യൻ നിനക്കെന്നെ ഓർമ്മയുണ്ടോ? അവർ പറയും, ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മലക്ക് പറയുമെന്നാണ്, അനസുറൂറുല്ലദീ അദ്ഖൽതനി അലാ ഫുലാൻ, ഞാലിന്ന മനുഷ്യനെ നീ സന്തോഷം നൽകിയല്ലോ, അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച മലക്കാണ് ഞാൻ. ആ മലക്കവന്റെ കൂടെ നിന്ന് പറയും, അനൽ യൗമ ഊഹിസു വഹ്ശതക്, അനൽ യൗമ ഊനിസു വഹ്ശതക്, ഇന്ന് നിന്റെ ഏകാന്തതയിലെ കൂട്ടുകാരൻ ഞാനാണ്. വ ഉലഖിനുക ഹുജ്ജതക്, മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്ന് നിന്നോട് ചോദ്യം ചെയ്യുമ്പോൾ നിനക്ക് ഉത്തരം പറഞ്ഞു തരാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവസാനം ആ മലക്ക് ഇത്രത്തോളം പറയും, റബ്ബിലേക്ക് നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. സ്വർഗത്തിലുള്ള നിന്റെ സ്ഥാനം ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പോലും പറഞ്ഞ് ഖബറിൽ വെച്ച് അവനെ സന്തോഷിപ്പിക്കാൻ മലക്കുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 10 മനുഷ്യന്റെ മനസ്സിന് സന്തോഷം ചെയ്യുന്ന 10 പണി ചെയ്താൽ 10 മലക്ക് നിന്റെ കൂടെ ഉണ്ടാവുന്നു. 50 മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന 50 പണി ചെയ്താൽ 50 മലക്ക് നിന്റെ കൂടെ ഖബറിൽ നിൽക്കാൻ റെഡിയാണ്. അള്ളാഹു അങ്ങനെ സംവിധാനിക്കാൻ റെഡിയാണ്. അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പ്രമുഖനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭം, മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ റമദാനിൽ അവസാനത്തെ പത്തിലാണ്. റമദാനിൽ അവസാനത്തെ പത്തിൽ മദീന പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്ത് കൂടി നടന്നുപോയി. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇയാൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന്. ഇബ്നു ഉമർ തങ്ങളിരിക്കുന്നത് ഇത്തികാഫിലാണ്, റമദാനിലാണ്, അവസാനത്തെ പത്തിലാണ്, ഖുർആൻ ഓതുകയാണ്. 4 പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ കൂടെ പോയി. എന്നിട്ട് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, 2 മാസം ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിരുന്നാൽ ലഭിക്കുന്നതിനേക്കാളും വലിയ ഒരു പ്രതിഫലം ഞാൻ നിന്റെ പ്രയാസം നീക്കാൻ വേണ്ടി റമദാനിലെ അവസാനത്തെ 10 പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കപ്പോലും ഞാൻ ഇറങ്ങി വന്നാൽ അള്ളാഹു എനിക്ക് നൽകുമെന്ന് സയ്യിദുനാ മുത്തബിഉസ് സുന്നഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഒരു ബോധം മുഅ്മിനിന്റെ ഖൽബിന് വേണം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണ് മുഅ്മിനീങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കാൻ, സമാധാനം നൽകാൻ, സ്നേഹം സമ്മാനിക്കാൻ. മനുഷ്യന്റെ ഖൽബിന് സന്തോഷത്തിന്റെ ഒരു പദപ്രയോഗം കൊണ്ടെങ്കിലും സമ്മാനിക്കാൻ നമുക്ക് സാധ്യമായാൽ അല്ലാഹുവിന്റെ ദുനിയാവിൽ വെച്ച് നമുക്ക് സാധ്യമാകുന്ന വലിയ ഇബാദത്തായി, ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭ്യമാകുന്ന ഇബാദത്തായി അത് പരിണമിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിലായിരിക്കണം നമുക്ക് പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹം. ആ വിഷയത്തിലായിരിക്കണം ഒരു മഹല്ലത്തുകാരെന്ന രീതിയിൽ ഏത് ഭാഗത്ത് നാം ജീവിച്ചാലും, അതല്ല ലോകത്തുള്ള ഒരു മുഅ്മിൻ എന്ന രീതിയിൽ പരസ്പരം ഏത് ലോകത്തിന്റെ കോണുകളിൽ പോയി മുസ്ലിമീങ്ങൾ ജീവിച്ചാലും പരസ്പരം ഉണ്ടാകേണ്ട ബോധം ഈ ഒരു സ്നേഹത്തിൻ്റെതായിരിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കിടയിലുള്ള ബന്ധം ലില്ലാ എന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റാത്ത ബന്ധവുമാവണം. നമ്മൾ തമ്മിലൊക്കെ സുഹൃത്തുക്കളാണ്, നമ്മൾ തമ്മിലൊക്കെ പരിചയമുള്ളവരാകും, മഹലിൻ്റെ പല വിഷയത്തിലും പരസ്പരം ചർച്ച ചെയ്യുന്നവരാകും. നാം തമ്മിലുള്ള ബന്ധം ലില്ലാ എന്നൊരൊറ്റ ലക്ഷ്യത്തിനുള്ള ബന്ധമാവണം. എന്നാൽ ഈ കൂടിയിരുന്നത് മതിയാകും അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലിലേക്ക് പോകാൻ. ലക്ഷ്യം മാറരുത് എന്ന് മാത്രം. ലക്ഷ്യം ഞാൻ ഉഷാറാണ് എന്ന് തോന്നിപ്പോയാൽ കഴിഞ്ഞു കഥ. ഞാനുണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങൾ നടന്നു എന്ന് തോന്നിപ്പോകരുത്. എപ്പോഴും അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് എല്ലാവരും കൂടി അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി സാധ്യമാകും വിധം മഹലുകളിൽ പണിയെടുക്കണം. പണിയെടുക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളായ സഹോദരിമാരൊക്കെ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, ചിലരുടെ സഹായികളായിരിക്കണം. എങ്ങനെയാണ് സഹായിക്കേണ്ടത്? യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ നന്മ കൽപ്പിക്കുന്നവരാകണം. വയൻഹൗന അനിൽ മുൻകരി, പരസ്പരം തിന്മയിൽ നിന്ന് തിന്മയെ തിരുത്താൻ ഉപദേശിക്കുന്നവരുമാകണം. അങ്ങനെ സഹായിക്കുന്ന ആളുകളായി നിങ്ങൾ മുഅ്മിനീങ്ങൾ പരസ്പരം സഹകാരികളാകണമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നാം പിന്നിലാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തിരുവള്ളൂർ മഹല്ലി എന്നല്ല, നമ്മുടെ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകളും പിന്നിലാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പൈസ കൊണ്ട് സഹായിക്കാൻ നമുക്ക് എളുപ്പമാണ്. ക്യാൻസർ രോഗിയെ സഹായിക്കാൻ വളരെ നല്ലതാണ്, അമല് വളരെ നല്ലതാണ്, വിഷയം എളുപ്പമാണ്.
എന്നാൽ ഏറ്റവും ഗൗരവത്തോടു കൂടെ കാണേണ്ടത് പരസ്പരം ഈമാനിന്റെ വിഷയത്തിൽ ഉപദേശിക്കാൻ നമുക്കാവണം. എത്ര ഉന്നതനാണെങ്കിലും എത്ര താഴെത്തട്ടിലുള്ളവനാണെങ്കിലും മഹല്ലിന്റെ ഒരു ചെറിയ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവനാണെങ്കിൽ പോലും മഹല്ലിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മ കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുന്ന, ഖൈറിന്റെ വിഷയത്തിൽ പരസ്പരം ഉപദേശിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നാം എത്തുമ്പോഴേ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് എന്ന് പറഞ്ഞിടത്തേക്ക് നാം എത്തുകയുള്ളൂ. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം ആ ഒരു ബന്ധമാണ്. ഖൈറിന്റെ വിഷയത്തിൽ ഉപദേശിക്കാനുള്ള മനോഭാവം. അള്ളാഹു ആ ബോധമുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ ബോധം നമുക്കെത്തിയാൽ ഒരുപാട് ഖൈർ മഹല്ലുകളിൽ ഉണ്ടാകും. ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ തിന്മകൾ പലതും നടക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് പലതും നിസ്സാരമാണ്. വലിയ ഖൈർ കുറേ മഹല്ലുകളിൽ ഉണ്ട് എന്നത് ശരിയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ വലിയ സംവിധാനങ്ങളും നിങ്ങളുടെ പരിധിയിൽ വെച്ചുകൊണ്ട് മഹല്ലിന്റെ പുരോഗതിക്ക് വേണ്ടി, പ്രത്യേകിച്ചും തിരുവള്ളൂർ മഹല്ലിന്റെ വലിയ ഒരു ഭാവി നിർണ്ണയിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ, കേരളത്തിൽ വളരെ മാതൃകായോഗ്യമായി പ്രവർത്തിക്കുന്ന, ദീനീ ചുറ്റുപാട് പൂർണ്ണമായി നിലനിൽക്കുന്ന, പാരമ്പര്യത്തിന്റെ കടക്കിൽ കത്തുവെക്കാൻ ഒരാളെയും അനുവദിക്കാത്ത കേരളത്തിലെ ഒറ്റപ്പെട്ട വളരെ പ്രാധാന്യമുള്ള മഹല്ലുകളിൽ ഒന്നാണ് തിരുവള്ളൂർ മഹല്ല്. എന്നാൽ നമ്മുടെ മഹല്ലിന്റെ ഉള്ളിലേക്ക് ചില വിഷവിത്തുകളൊക്കെ കയറി വരുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നാം എല്ലാത്തിലും പൂർണ്ണമായി വിശ്വസിച്ച് നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗവും ക്ലിയർ ആണെന്ന് ചിന്തിച്ച് നാം പണിയെടുക്കരുത്. ചില ഭാഗങ്ങളിൽ ചില അപകടങ്ങളുണ്ട്. എല്ലാത്തിനെയും മനസ്സിലാക്കണം. എല്ലാത്തിനും നമ്മുടെ മഹല്ലത്തിൽ പരിഹാരം വേണം. പഠന ക്ലാസ് ഉണ്ടാകും മഹല്ലിൽ, ഖുർആൻ പഠന ക്ലാസ് നടക്കും. ആരൊക്കെയാ പങ്കെടുക്കുക? ചില പ്രത്യേക പ്രായക്കാരാണ്. ഒരു വിഭാഗം ആളുകളുണ്ടാകും ഇതിനോടൊന്നും സഹകരിക്കാതെ റോഡ് സൈഡിൽ ജീവിച്ച് വൈകുന്നേര സമയമായാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഒരു മതപരമായ പരിപാടിക്കും എത്തിപ്പെടാത്ത ടീനേജ് പ്രായക്കാരായ ഒരു വിഭാഗം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകും. എല്ലാവരിലേക്കുമുള്ള ശ്രദ്ധ മഹല്ലിന്റെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന, സാമ്പത്തികമായി സഹായിക്കുന്നവരും മഹല്ലിന്റെ എല്ലാ പുരോഗതിയും പ്ലാൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു മഹല്ലിന്റെ പ്രോഗ്രാം എന്ന രീതിയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, നാടുകളിൽ നടക്കുന്ന എല്ലാ പഠന ക്ലാസുകൾക്കും കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരണം. ക്ലാസ് വെക്കും, 6 മാസം ക്ലാസ് നടക്കും. എന്തേ മഹല്ലിൽ കിട്ടി? കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ സ്ഥിരമായി വരുന്നുണ്ട്, ഫണ്ട് നന്നായി പിരിയുന്നുണ്ട്, നിരത്തിയ കസേരയിലൊക്കെ ആളിരിക്കുന്നുണ്ട് എന്ന് കാര്യമായി മറുപടി ഉണ്ടാവുള്ളൂ. പൊതുവേ നമ്മുടെ നാട്ടിലെ സ്വഭാവമുണ്ട്, സ്ത്രീകൾ ക്ലാസ്സിനൊക്കെ പോകും. ക്ലാസ് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറയും ദുആ വളരെ ഉഷാറായിരുന്നു എന്ന് പറയും. അതവരെ മോശക്കാരായിട്ടല്ല. ഏതൊക്കെ പ്രായക്കാർ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മഹല്ലാണ്. ഏതൊക്കെ ആളുകൾക്ക് നാട്ടിൽ ദീന് കിട്ടുന്നില്ല എന്ന് കൃത്യമായി പുനർപരിശോധനയ്ക്ക് വിധേയമാക്കി പരിഹാരം നിർദ്ദേശിക്കേണ്ടത് മഹല്ലാണ്. അങ്ങനെ മഹല്ല് നീങ്ങിയാലേ ഇനിയുള്ള തലമുറയിൽ ദീന് നിലനിൽക്കൂ. അല്ല എങ്കിൽ നമ്മുടെ നാടിന്റെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ പുതിയൊരു സാഹചര്യം അനുസരിച്ച് നന്നാവാനുള്ള സാധ്യതയേക്കാൾ തിന്മയെ സ്വീകരിക്കാനുള്ള മനോഭാവവും സാഹചര്യവും വളരെ കൂടുതലാണ്. ചെറിയ 50 പൈസയുടെ മിഠായിയുടെ വലിപ്പത്തിൽ കഞ്ചാവ് കിട്ടുന്ന കാലമാണ്. 70-ലധികം മോഡൽ വസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി ഉണ്ടാക്കാൻ പഠിച്ച മക്കളാണ് നമ്മുടെ സ്കൂളിന്റെ തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ. അവർക്ക് നല്ലൊരു മാർഗദർശനം നടത്താൻ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറുഭാഗത്ത് ചില പെൺകുട്ടികളുണ്ടാകും. ടീനേജ് ഏറ്റവും ഗൗരവമേറിയ 2 ടീം ടീനേജ് ആൺകുട്ടികളും ടീനേജ് പെൺകുട്ടികളുമാണ്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് തൊട്ടുമുകളിലുള്ള യുവാക്കളെയാണ്. ഈ ദീനുമായി, പ്രത്യേകിച്ച് മഹല്ലിന്റെ പ്രവർത്തനങ്ങളിലോ നാട്ടിലെ മതസംഘടനാ പ്രവർത്തനത്തിലോ ബന്ധപ്പെടാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാർ, അവർ സമൂഹത്തിൽ അപകടങ്ങളുണ്ടാക്കാം. അവരെ ടാർഗറ്റ് ചെയ്യാൻ കേരളത്തിൽ യുക്തിവാദികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ടീമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടൊരു 5-8 കൊല്ലം ജീവിക്കുന്ന സ്ത്രീകൾ, മക്കളെ നോക്കുന്ന സ്ത്രീകൾ. ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം സ്വാലിഹാകേണ്ടവർ ഉമ്മമാരാണ്. ഉമ്മയാകേണ്ട പ്രായത്തിൽ സ്വാലിഹാവണം. ഗർഭിണി സ്വാലിഹത്തായാൽ കുട്ടി സ്വാലിഹാവാൻ പിന്നെ കുറച്ച് പണിയെടുത്താൽ മതി. 2 വയസ്സുവരെ ഉമ്മ പോറ്റി വളർത്തുമ്പോൾ ഉമ്മ ചിലതൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നീട് ആ കുട്ടി സ്വാലിഹാവാൻ കാര്യമായി പണിയൊന്നും ആവശ്യമില്ല. 2 വയസ്സുവരെ വളർത്തിയാൽ മതി. ബാക്കിയുള്ള വയസ്സിൽ വളർന്നാലും കുട്ടി സ്വാലിഹാവും. നമ്മൾ 2 വയസ്സ് വരെ ഓട്ടോമാറ്റിക്കലി വളരാം. മുലപ്പാൽ കൊടുക്കലും ഭക്ഷണം കൊടുക്കലും കിടന്നുറക്കലും മാത്രം കാര്യമായ പണി എന്ന പല രക്ഷിതാക്കളും മനസ്സിലാക്കിയത് അല്ല. തർബിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിലനിൽക്കുന്ന പ്രായം ആദ്യത്തെ 2 വയസ്സാണ്. 2 വയസ്സിലെ തർബിയത്ത് ക്ലിയർ ആയാൽ പിന്നെ കുട്ടി കാര്യമായി തർബിയത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല.
നമ്മളൊന്ന് നേരെ തിരിച്ചാണ്. 2 വയസ്സിലെ കാര്യമായിട്ട് എന്താ പോലോട്ട് ദീന് പറയാനുള്ളതെന്നാണ് ചിന്തിക്കുക. 5 വയസ്സായി 1ാം ക്ലാസ്സിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ LKG-ലോ UKG-ലോ നമ്മൾ പോയി അഡ്മിഷൻ എടുത്തു, കുട്ടി പഠിക്കാൻ തുടങ്ങും. നമുക്കൊരു തോന്നലാണ്, 1ാം ക്ലാസ്സിലല്ലേ ഉൾപ്പെടെ ഡാൻസ് കളിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കുട്ടി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഡാൻസ് കളിച്ചാൽ വലിയ ഗൗരവത്തോടെ നമ്മൾ കാണണം. എന്നാൽ നാം 1ാം ക്ലാസ്സിലായിരുന്നു ഗൗരവം കാണേണ്ടിയിരുന്നത്. 1ാം ക്ലാസ്സിൽ ഗൗരവം കാണാത്ത കുട്ടി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഡാൻസ് കളിക്കാൻ ഈ പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിലും കുട്ടിയുടെ കൈക്കാലുകൾ പാട്ട് കേട്ടാൽ അറിയാതെ നൃത്തം വെച്ചിരിക്കും. ഇത് 1ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത് 2ാം വയസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. 2 വയസ്സ് വരെ ഉമ്മ ഒരു കുട്ടിയെ വളർത്തിയതിൻ്റെ സ്വഭാവ രീതി ഏതാണോ, വാപ്പ കൊടുത്ത ഭക്ഷണത്തിന്റെ ഹലാലിന്റെ അളവെത്രയാണോ അതിനനുസരിച്ചാണ് ഒരു കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഈ വിഷയത്തിൽ വിശദമായ പഠനങ്ങൾ തെളിയിച്ചിട്ട്, പഠനങ്ങൾ നടത്തിയിട്ട് സമൂഹത്തെ ഉത്ബോധിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയമാണ് 2 വയസ്സ് വരെ ഉമ്മയും ഉപ്പയും വളരെ ഗൗരവത്തോടെ മക്കളുടെ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തീരെ അതില്ലാതായി പോയിട്ടുണ്ട്. ചെറിയ കുട്ടി വന്ന് ചില ദിവസം പറയും ഉമ്മാനോട്, ഉമ്മാന്ന് ഞാൻ വാപ്പാനോട് പറയും, ഇന്ന് ഞാൻ വാപ്പാൻ്റെ കൂടെ ഉറങ്ങുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഉമ്മാനോട് പറയും, ഇന്ന് ഞാൻ ഉമ്മാൻ്റെ കൂടെ ഉറങ്ങുന്നതെന്ന് പറയും. നിങ്ങളെ മക്കളൊക്കെ അങ്ങനെ പറയാറില്ലേ? ഇല്ല മനുഷ്യന്മാരെ. അതെ, നമ്മളെന്താ ചെയ്യുക? കുറേ ദിവസം ഉമ്മാൻ്റെ കൂടെ ഉറങ്ങിയ കുട്ടി വാപ്പാനോട് ചില ദിവസം എന്ന് പറയും, നീ ഞാൻ വാപ്പാൻ്റെ കൂടെ ഉറങ്ങുന്നു എന്ന് പറയും. നമ്മൾ വേഗം കൊണ്ടുപോകും, ബെഡിൽ കൊണ്ടുപോകും, കിടത്തും, എന്തെങ്കിലുമൊക്കെ പാടിക്കൊടുത്ത് കുട്ടിയെ ഉറക്കാൻ നോക്കും. അതല്ല വേണ്ടത്. കുട്ടി ചോദിച്ചതിനൊരു അർത്ഥമുണ്ടെന്നാണ്. കുട്ടി ചോദിച്ചതെന്താ? ഉറങ്ങുമ്പോഴുള്ള അഥവാ പഠിപ്പിച്ചു തരാൻ പറഞ്ഞത്. ഒരാഴ്ചകാലം ഒരു ദിവസം വാപ്പ അഥബനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തു നോക്ക്. വാപ്പ കുട്ടിയെ കൊണ്ടുപോയി ഉറക്കെ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന ദിക്റൊക്കെ ചൊല്ലിക്കൊടുത്ത് കുട്ടിയെ ഉറക്കിയാൽ പിന്നീട് ഒരിക്കലും ആ കുട്ടി ഒരാഴ്ചകാലം ഇതേ പണി ചെയ്താൽ ജീവിതത്തിൽ പിന്നെ വാപ്പാന്റെ കൂടെയാണ് അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെയാണ് ഉറങ്ങുന്നത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടി വരില്ല. കാരണം കുട്ടി ഇത്ര കാലം ചോദിച്ചതിൻ്റെ അർത്ഥം ഈ അദബൊന്ന് പഠിക്കാനായിരുന്നു. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആരും തയ്യാറാകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിച്ചത്. കുട്ടിയുടെ ബന്ധം അല്ലാഹുമായിട്ടാണ്. ഇതൊരു വിശാലമായ വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 2 വയസ്സുവരെ കുട്ടിയെ വളർത്തുന്ന ഉമ്മ നിർബന്ധമായും മതപഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവൾ തന്നെയായിരിക്കണം. നമുക്കൊരു തോന്നലാണ്, ഇതിൽ കുറേ ചെറുപ്പക്കാരുണ്ട്, നിങ്ങളെ ഭാര്യമാർ നാട്ടിലെ മതപഠന ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മമാരിങ്ങനെ പോകും. ഒരു 35 വയസ്സ് കഴിഞ്ഞവർക്ക് റിസർവ്ഡാണ് പൊതുവെ മതപഠന ക്ലാസ്സുകളിലെ സീറ്റുകളൊക്കെ. അത് നമ്മൾ മാറ്റണം, എല്ലാ മഹലിലും മാറ്റണം. എന്നാൽ ഇവരെ എല്ലാവരെയും കൂടി ഒരൊറ്റ സദസ്സിൽ ഒരുമിച്ച് കൂട്ടി പരിപാടി വെക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓരോ പ്രായക്കാർക്കും തരംതിരിക്കണം, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് എന്താണെന്ന് നാം പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഒരു 6 മാസം നമ്മുടെ മഹലിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നാൽ മഹലിൽ ഉണ്ടാകേണ്ട റിസൾട്ട് എന്താണ്, മഹലിൽ ഏതൊക്കെ ചെറുപ്പക്കാര്, ഏതൊക്കെ പ്രായക്കാര്, ഏതൊക്കെ ആളുകൾ മാറി വരണം, എന്തൊക്കെ വിഷയത്തിൽ മാറ്റമുണ്ടാകണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പണിയെടുക്കുന്ന സംവിധാനത്തിലേക്ക് മഹല്ലുകൾ ഇനിയും മാറിയിട്ടില്ലെങ്കിൽ അടുത്തൊരു തലമുറയിൽ മതപരമായ അപജയത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു തലമുറയെ നമുക്ക് കുറ്റപ്പെടുത്തിക്കൂടാ. അടുത്തൊരു പുതിയ തലമുറ പഴയതിനേക്കാളും ചില വിഷയത്തിൽ മുന്നിലും പലതിലും പിന്നിലുമാണ്. പുതിയൊരു തലമുറ എല്ലാ മോശക്കാരൊന്നുമല്ല. ഈ കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹിച്ചവരൊന്ന് കൈപ്പൊക്കിയ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹിച്ചവർ ആരുമില്ലേ? ചിലരിങ്ങനെ ബാക്കോട്ട് നോക്കുകയാണ്. നന്നാവാൻ ആഗ്രഹിച്ചതിന് ഞാനും ആഗ്രഹിച്ചതെന്നാ നമ്മളൊരു പൊതുവെ ട്രെൻഡാണ്. വയത് കേട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ തോന്നും പഠിച്ചവനെ ഇനി എന്തായാലും നന്നാവണമെന്ന്. പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് തീരുമാനമൊക്കെ മാറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇന്നത്തെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്നാൽ അങ്ങനെ നന്നാവണമെന്ന് കൊതിച്ച മനോഭാവമുള്ളത് സ്വാലിഹാകാൻ സാധ്യതയുള്ളവരാണ് നമ്മിൽ ഓരോരുത്തരും എന്നാണ് അറിയിക്കുന്നത്. നമ്മൾ നന്നാവാൻ കൊതിക്കുന്നുണ്ടല്ലോ, അത് നാം സ്വാലിഹാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഇത് പുതിയ തലമുറയിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഒളിച്ചോട്ടത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയ വലിയ ലഹരിയുടെ അഡിക്റ്റായി പോയ പുതിയ തലമുറയെക്കുറിച്ച് പലപ്പോഴും വായിക്കുകയോ പ്രസംഗിക്കുകയോ കേൾക്കുകയോ ചെയ്തവരായിരിക്കും നിങ്ങളൊക്കെ. എന്നാൽ ആ മക്കളെ മാത്രം വിളിച്ചിരുത്തി അവരെ മനോഭാവം ടെസ്റ്റ് ചെയ്താൽ ആ മക്കൾ നന്നാവാൻ കൊതിക്കുന്നവരാണ്, നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. അവർക്ക് അവരുടെ ഭാഷയിൽ ഒരു പാഠഭാഗവും കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നത്. അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഏതെങ്കിലും ഒരു കുട്ടി ഒളിച്ചോടി എന്ന് കേട്ടാൽ, ഏതോ ഒരു കുട്ടി പ്രണയത്തിൽപ്പെട്ടു എന്ന് കേട്ടാൽ, ഏതെങ്കിലും ഒരു കുട്ടി സിനിമയെ സ്വീകരിച്ചു എന്നറിഞ്ഞാൽ
ഫേസ്ബുക്കിലേക്ക് നേരെയിട്ട് ഷെയർ ചെയ്ത് ഇനി ഒരിക്കലും ആ കുട്ടിക്ക് നന്നാവാനുള്ള സാധ്യതയെ മുഴുവൻ അടച്ചു വെക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. മറിച്ച് അതേ കുട്ടിയെ സ്വകാര്യമായി വിളിച്ച് ഒന്ന് ഉപദേശിച്ച് തിരുത്തിക്കൊടുത്ത് എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ കാരണമെന്നൊന്ന് പഠിച്ചു നോക്ക്. ആ കുട്ടി മനസ്സിൽ എത്രയോ തവണ നന്നാവാൻ കൊതിച്ചിട്ടുണ്ടാകും. ഒളിച്ചോടുന്നതിൻ്റെ മുമ്പ് ഒരു 15 തവണയെങ്കിലും ഇത് വേണ്ട എന്ന് തീരുമാനിക്കാതെ ഒളിച്ചോടിയ പെൺകുട്ടികൾ കേരളത്തിൽ വളരെ കുറവാണ്. വേണ്ട എന്ന് 15 തവണയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും അവളെ മനസ്സറിയുന്ന സ്വഭാവത്തോടെ ഉപദേശിക്കാൻ ആരുമില്ലാതെയായിപ്പോയി എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത്. അവർക്ക് മതപഠന ക്ലാസ്സുകളിൽ സീറ്റില്ല. എന്തേ കാരണം? എല്ലാ മഹലിൻ്റെ മതപഠന ക്ലാസ്സും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ഡേറ്റിൽ ഏതൊരു ദിവസമാണ്. അതിൽ ഈ കുട്ടികൾ ക്യാമ്പസിലോ കോളേജിലോ ഹോസ്റ്റലിലോ പഠിക്കുകയാണ്. ഇവരെ മാത്രം വിളിച്ചിരുത്തി ഒരു പഠന ക്ലാസ് മഹലുകൾ സംവിധാനിക്കാറുണ്ടോ? ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ തിരിച്ചു ചിന്തിക്കേണ്ടത്. ചിലതൊക്കെ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ പരസ്പരം ഖൈറിന്റെ വിഷയത്തിൽ ഉപദേശിക്കുകയും തിന്മയുടെ വിഷയം തിരുത്തി കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിച്ചതാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. മഹല്ലിൽ ഏതോ ഒരു വിഭാഗം ആളുകൾ തിന്മ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഇനി അവരൊന്നും മഹല്ലിലേക്ക് വേണ്ടാന്ന് തീരുമാനിക്കരുത്. പൊതുവെയുള്ള ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. തെറ്റ് ചെയ്തവനാണ് മാറ്റി നിർത്തുക. എന്നാൽ പിന്നെ നമ്മളെ റിസ്ക് അറിയണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. തിന്മ ചെയ്യുന്നവൻ്റെ അടുക്കലേക്ക് പോയി അവനെ തിരുത്താൻ ഉപദേശിക്കാൻ മനസ്സില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം തിന്മയായി സ്വീകരിക്കുന്ന, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായത് ചെയ്യുന്ന, തിന്മയെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന സഹോദരന്റെ മുമ്പിൽ തിരുത്തി കൊടുക്കാൻ ഒരാളും തയ്യാറില്ലെങ്കിൽ ആ സമൂഹത്തിൽ സർവ്വവ്യാപകമായ അസാബുകൾ, പരിഹാരം കാണാൻ സാധ്യമാകാത്ത അസാബുകൾ കൊണ്ടുപോലും അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിലേക്ക് നമ്മൾ എത്തരുത്, നമ്മുടെ മഹല്ലും എത്തരുത്. അതിനാവശ്യമായ പദ്ധതികൾ നാം തയ്യാറാക്കണം. ഭൗതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതോടൊപ്പം ആത്മീയ സംവിധാനങ്ങളെ കൃത്യമായി ഒരുക്കണം. നമുക്ക് ചില ധാരണകളുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാൻ. എല്ലാ മനുഷ്യൻ്റെയും എല്ലാ മഹലിൻ്റെയും പിക്ചർ പറയാൻ. നാട്ടിലൊരു മദ്രസയും തൊട്ടുപ്പുറത്തൊരു ദർസും പള്ളിയിലൊരു ഉസ്താദും ഒരു മുഅദ്ദിനും ഉണ്ടായാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു എന്നാണ് പലരും ചിന്തിച്ചത്. അങ്ങനെയല്ല. അവർക്ക് പണിയുണ്ട്. അവരുടെ ഡ്യൂട്ടി വളരെ വലുതാണ്. നിങ്ങളെക്കാളേറെ അള്ളാഹിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവരായിരിക്കും അവർ. അതേസമയം എല്ലാവരും ഉത്തരവാദികളാണ്. കാരണം നാമൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ മഹല്ലിൽ ഒരു തിന്മ നടക്കുന്നുണ്ടെങ്കിൽ ആ മഹല്ലിന് നേതൃത്വം നൽകുന്നവർ ആ വിഷയ സംബന്ധമായി നേരിൽ കണ്ട് ഉപദേശിച്ച് തിരുത്തി കൊടുത്തിരിക്കണം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ ഉപദേശിക്കാൻ ചെന്നിട്ട് 13 തവണ ഒരേ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ട്. 13 തവണ. ഒരിക്കൽ ഉപദേശിക്കാൻ ചെന്നു, അയാൾ സ്വീകരിച്ചില്ല. വീണ്ടും ചെന്നു, സ്വീകരിച്ചില്ല. വീണ്ടും ചെന്നു. അങ്ങനെ 13ാമത്തെ തവണ നന്മയെ സ്വീകരിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടിയ ആളുകൾ പോലും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കൊന്ന് ഒരിക്കൽ ഉപദേശിക്കും, 2ാം തവണ ഉപദേശിക്കും, 3ാം തവണ ഉപദേശിക്കും. പിന്നെ ഇനി അവൻ പോകട്ടെ എന്ന് നല്ലവൻ പോലും ആലോചിക്കുന്ന കാലമാണ്. മറ്റൊരു വിഭാഗം തീരെ പണിക്കേ പോകുന്നില്ല. ഈ സ്റ്റൈല് നമ്മൾ മാറ്റി അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പണിയെടുക്കുന്നിടത്തേക്ക് മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖും അള്ളാഹു അതിന് നമുക്ക് അനുഗ്രഹവും നൽകി അത് റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറുഭാഗം, മഹല്ലിലെ സഹോദരിമാരുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ പുതിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട്, പഴയ തലമുറ വളരെ നല്ലതാണ്. തിരുവള്ളൂരിനെ എനിക്കറിയാം. നന്ദി ദാറുസ്സലാമിൽ പഠിച്ചതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലേക്ക് വരാനും ചില മഹല്ലുകളിലെ നിങ്ങളുടെ പരിസരത്തുള്ള ചില മഹല്ലുകളുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനും നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സഹോദരൻ്റെ കൂടെ 8 വർഷം ഒരുമിച്ചിരുന്ന് പഠിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവള്ളൂരിൻ്റെ പൊതുവായൊരു ചിത്രം എൻ്റെ മൈൻഡിലുണ്ട്. അത് പഴയ തലമുറയുടെ ചിത്രം 100% ക്ലിയറാണ്. എന്നോട് കുറച്ച് ദിവസം മുമ്പ് നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സഹോദരൻ പറഞ്ഞു, സമീപകാലം വരെ ഒരു TV വെക്കുന്ന വീട് പോലും വളരെ അപൂർവമാണ്. അത് പഴമയെ സ്വീകരിക്കാനുള്ള, പൂർവ്വകാല ഉമറാഇന്റെ യഥാർത്ഥ നേതൃത്വത്തെ സ്വീകരിക്കാനുള്ള മനോഭാവമുള്ള ഒരു തലമുറ ഉണ്ടായത് കൊണ്ടാണ്. പക്ഷേ
ആ തലമുറയുടെ കണ്ണികളൊക്കെ അവസാനിക്കുന്നു എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. നല്ല ആലിമീങ്ങൾ ഒരുപാട് നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ആലിമീങ്ങൾ ഓരോന്നോരോന്നായി അവസാനിക്കാൻ തുടങ്ങി. നല്ല ആലിമീങ്ങളെ പുതിയ തലമുറയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ മഹല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരണം. അരീക്കൽ ഉസ്താദിനെ കണ്ടപ്പോൾ ഈമാൻ കൂടിയവരാ നിങ്ങൾ. അരീക്കൽ ഉസ്താദ് പോയി, അതേപോലത്തെ നൂറുകണക്കിന് അരീക്കൽ ഉസ്താദുമാരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നാം അതിനു വേണ്ടി ഒന്ന് പണിയെടുത്താൽ മതി. അങ്ങനെയുള്ള സ്വാലിഹീങ്ങൾ മഹല്ലിൽ അടുത്ത തലമുറയിൽ ഇല്ലെങ്കിൽ അടുത്ത തലമുറക്ക് മുഖത്ത് നോക്കി ഈമാനിനെ പരിചയപ്പെടാൻ ആളില്ലാതെ പോകും. നമ്മുടെ പല നാടുകളിലും ബിദ്അത്തിന്റെ അതല്ലെങ്കിൽ തിന്മയുടെ അധർമ്മത്തിന്റെ ചില വഴികളൊന്നും തുറക്കപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഖത്തേക്ക് നോക്കിയാൽ ഈമാനിനെ ബോധ്യപ്പെടുന്ന ചില ഉമറാഇന്റെ സാന്നിധ്യം മഹല്ലുകളിൽ ഉണ്ടായതാണ്. AC വിശുദ്ധനായിരുന്നു, AC ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, നാട് നന്നാവുമായിരുന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്ന എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ നാട്ടിലെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് തന്നെ തീരുമാനമാവും. ഇന്ന് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. തഹജ്ജുദ് നിസ്കരിക്കുകയും ഖുർആൻ പതിവായി ഓതുകയും ചെയ്യുന്ന ഉമറായിൻ്റെ എണ്ണം കുറഞ്ഞു. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഖുർആൻ പതിവായി ഓതുന്ന ഉമറാക്കൾ നാട്ടിലുണ്ടായാൽ, അള്ളാഹനെയല്ലാത്ത ഒന്നിനെയും പേടിക്കാത്ത മഹാന്മാരായ സ്വാലിഹീങ്ങളായ നേതൃത്വം മഹല്ലിനുണ്ടായാൽ, അവർ നാട്ടിലെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നാട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, മഹല്ലിൻ്റെ വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായാൽ അവരൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി, ഇതിങ്ങനെ വേണ്ടട്ടോ, ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അത് തീരുമാനമാകും. അതവരെ തഹജ്ജുദിന്റെ പ്രത്യേകതയാണ്. തഹജ്ജുദ് നിസ്കരിക്കാതെ ഭൗതിക സംവിധാനങ്ങൾ ഒരുപാടുള്ള, സ്ഥാനമാനങ്ങൾ ഒരുപാടുള്ള ഒരാൾ ഇതേ വാക്ക് 100 തവണ പറഞ്ഞാൽ പോലും പരിഹാരമാവില്ല. തഹജ്ജുദിന്റെയും പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്തിന്റെയും പ്രത്യേകത പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വഅഹ്സനു ഖീല എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ പറഞ്ഞാൽ ജനങ്ങളെ ഖൽബിൽ അത് സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകുമെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അതിലേക്ക് അങ്ങനെയുള്ള ഉമറായിനെയും നല്ല നല്ല ഉലമായിനെയും മഹല്ലിന്റെ ഉള്ളിൽ വാർത്തെടുക്കാൻ നമുക്കാവണം. ഇതോടൊപ്പം ഒരു കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. പുതിയ നമ്മുടെ വീടുകളിലേക്കൊക്കെ ടെലിവിഷൻ്റെ അതിപ്രസരം തുടങ്ങിയിട്ടുണ്ടാവും. നല്ല പ്രായമുള്ള വാപ്പാരുടെ അടുത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പഴമക്കാരതിന് ശൈത്താൻപട്ടി എന്ന് പേര് വെച്ചിരുന്നു. അത് ബുദ്ധി കൊണ്ട് വെച്ച പേരായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇന്നിങ്ങനെ പ്രത്യേകിച്ചും പ്രവാസ ലോകത്തേക്ക് ആളുകളൊക്കെ കയറി സാമ്പത്തികമായി കുറച്ചൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടായി. നാം ഇതിനെയൊക്കെ കുറച്ചൊക്കെ ലാഘവത്തോടെ കാണാൻ തുടങ്ങി. ആദ്യം ന്യൂസ് കാണാനെന്ന പേരിൽ വാങ്ങി, പിന്നീട് ന്യൂസ് വരുമ്പോൾ ഓഫാക്കി ബാക്കിയുള്ളത് തന്നെ കാണാൻ സമയം ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തുന്ന ഘട്ടത്തിൽ ആലോചിക്കേണ്ട ചിലതുണ്ട്. നമ്മുടെ മക്കളൊരിക്കലും സിനിമയും സീരിയലും കാണുന്നവരാകരുത്. 3 കാര്യങ്ങളിൽ നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം. 1 ഗെയിംസ് കളിക്കുന്നതിൽ, 2 സിനിമ കാണുന്നതിൽ, 3 സീരിയൽ കാണുന്നതിൽ. നമ്മളെ മക്കളും കാണരുത്, നമ്മളെ ഭാര്യമാരും കാണരുത്. 2 കൂട്ടരും പ്രശ്നം ഉണ്ടാക്കും. കല്യാണം കഴിഞ്ഞ പെണ്ണും ഓടുന്നുണ്ട്, കല്യാണം കഴിയാത്ത പെണ്ണും ഓടുന്നുണ്ട്. എല്ലാവരും ഓടിയത് ഒരൊറ്റ കാരണം കൊണ്ടാ. മലയാളക്കരയിൽ സർവ്വവ്യാപകമായി വളർന്നു വന്ന സിനിമയുടെ ചില അജണ്ടകളെ നമ്മുടെ സമൂഹം അറിയാതെ സ്വീകരിച്ചു പോയതാണ്. സിനിമ കാണുന്ന കുട്ടി ഒളിച്ചോടിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങളെന്നും ഇങ്ങനെ സംഗമിച്ചിട്ട് നിങ്ങളോടൊരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവന്റെ കഥ എല്ലാ ദിവസവും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെവിടെയോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനിർവചനീയമായ ഒരു പ്രണയമുണ്ടാകും. എന്നാൽ സിനിമ കാണുന്നവൻ എന്നും കാണുന്നത് ആരെയോ പ്രണയിക്കാൻ, മാതാപിതാക്കൾ അറിയാതെ ഒളിച്ചോടാൻ, കുടുംബം അറിയാതെ ഒന്ന് ഒളിച്ചോടാൻ എങ്ങനെ സാധ്യമാകുമെന്ന് പരിശീലനം കൊടുക്കുന്ന സിനിമ സ്ഥിരമായി കാണുന്ന നമ്മുടെ മക്കൾ വാപ്പയെയും ഉമ്മയെയും ധിക്കരിച്ച് ഒളിച്ചോടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. നല്ല മുഖം മൂടി ധരിച്ചവൾ പോലും ഒളിച്ചോടുന്ന കാലഘട്ടമാണ്. നല്ലവളാണെന്ന് തോന്നിയവർ പോലും പല തിന്മകൾക്കും അറിയാതെ അഡിക്റ്റായിപ്പോയ കാലഘട്ടമാണ്. അതിൻ്റെയൊക്കെ സുപ്രധാനമായ കാരണം സിനിമയെ നാം നമ്മുടെ കൽബിലേക്ക് സ്വീകരിച്ചു വെച്ചു. നമ്മുടെ മയ്യത്ത് കട്ടിൽ വെക്കാനുള്ള ഡൈനിങ് ഹാളിൽ കുടുംബസമേതം പെട്ടിയൊഴിച്ച് കണ്ടുകൊണ്ടിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ നശിപ്പിക്കാൻ 1912 ജനുവരി മാസത്തിൽ ജൂതന്മാർ കൊണ്ടുവന്ന സിനിമ. നമ്മൾ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ വളർത്തുന്ന മഹല്ലിന് നേതൃത്വം നൽകുമ്പോൾ പോലും, മഹല്ലിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പോലും, മഹല്ലിന് സംഭാവന നൽകുന്ന സമയത്ത് പോലും നാം ഇതിനറിയാതെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് നാം മഹല്ലിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ വളർത്തുന്നു, മറുഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കാനുള്ള ഇസ്ലാമിന്റെ ശത്രുവിന്റെ അജണ്ടയെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് പുഞ്ചിരിക്കുകയാണ്.
ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച ചില സിനിമാ നടന്മാരൊക്കെ മരിച്ചല്ലോ. മരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയാത്തവരായിരുന്നില്ലേ അവർ? കലാഭവൻ മണിയുടെ കോമഡി കേട്ട് പുഞ്ചിരിച്ചവർ ഒരുപാടുണ്ടാവും. അയാൾക്ക് മരിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തേക്ക്, അത് കണ്ട് പുഞ്ചിരിച്ചവനും അവസാനത്തെ ആക്കിബത്തിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതയെ നിഷേധിക്കാനാവില്ല. അള്ളാഹു നാം ചെയ്ത എല്ലാ തെറ്റുകളും റബ്ബ് പുറത്തു തരട്ടെ. അദ്ദേഹത്തിൻ്റെ കോമഡി കണ്ട് കുറേ പുഞ്ചിരിച്ച മനുഷ്യന്മാരുണ്ട്. കള്ളു കുടിച്ചാലേ മരിച്ചു പോകേണ്ടി വന്ന്. എല്ലാവരും എണീറ്റുന്നേ, എല്ലാവരും എണീറ്റുന്നേ. നിങ്ങളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോടൊന്ന് സലാം പറഞ്ഞ് കൈപ്പിടിച്ചിട്ട് നിങ്ങളെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് എങ്ങനെയാവാനാണോ നിങ്ങൾക്ക് ആഗ്രഹം, അത് നടക്കാൻ വേണ്ടി ഒന്ന് ദുആ വസിയത്ത് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് ഒന്ന് സലാം പറഞ്ഞ് കൈപ്പിടിച്ച് നിങ്ങളെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് എന്താവാനാണോ ആഗ്രഹം, അത് നടക്കാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന്. ഇങ്ങനെ ചെയ്യാൻ പറയാനുണ്ടായ കാരണം, മനുഷ്യൻ്റെ ലാസ്റ്റ് സെക്കൻഡ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എമർജൻസി കെയറിൽ കുറച്ച് സമയം ഒന്ന് നിൽക്കുക. ഒരു അരമണിക്കൂറെങ്കിലും, അരമണിക്കൂർ സാധിക്കുമെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലെ ഡോക്ടേഴ്സിനെ പരിചയപ്പെട്ട് അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ 8 to 10 മരണങ്ങൾ വരെ സംഭവിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പോയി നിന്നാൽ മതി. പുതിയ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ മരണത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് തിരിയും. നല്ല പാട്ടൊക്കെ പാടി മരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, പാട്ടുപാടി മരിക്കുന്നവർ. അവസാന സെക്കൻഡിൽ പോലും കാമുകിയുടെ പേര് പറഞ്ഞ് മരിക്കുന്നവരുണ്ട് മലയാളക്കരയിൽ. സ്നേഹിച്ചവനെയോ സ്നേഹിച്ചവളെയോ ഓർത്ത് പറഞ്ഞു മരിക്കുന്നവർ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡിനെ എങ്ങനെ വിശദീകരിച്ച് പറയുന്ന വളരെ ഗൗരവമേറിയൊരു വാക്കിങ്ങനെയാണ്: പാട്ടുപാടി ജീവിച്ചവൻ്റെ മരണത്തിലും പാട്ടുപാടുന്നതിനെ പേടിക്കണേ എന്ന് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ജീവിതം ആസ്വദിക്കാൻ ഉപയോഗിച്ചതിനെയാണ് ലാസ്റ്റ് സെക്കൻഡിൽ ഓർക്കുക എന്നാണ്. പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ നന്നായി ആലോചിക്കേണ്ടതാണ്. ജീവിതം ആസ്വദിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് ലാസ്റ്റ് സെക്കൻഡിൽ ഓർക്കുക. ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുന്നത് പാട്ടുപാടിയിട്ടാണെങ്കിൽ മരിക്കുമ്പോൾ പാട്ടുപാടും. ഒരാൾക്ക് മനസ്സമാധാനം കിട്ടുന്നത് ഫിലിം കണ്ടിട്ടാണെങ്കിൽ മരിക്കുമ്പോൾ ഫിലിമിനെ കുറിച്ച് ചിന്തിക്കും. പ്രേം നസീർ എന്ന് പറയുന്ന സിനിമാ നടൻ സിനിമയുടെ കഥ പറഞ്ഞ് മരിച്ചു എന്ന് കേട്ടാൽ ഒന്നും അത്ഭുതപ്പെടാനല്ല, അയാൾ അങ്ങനെ മരിക്കാൻ സാധ്യത ഉള്ളൂ. കലാഭവൻ മണി കള്ളുകുടിച്ചേ മരിച്ചിട്ടുള്ളൂ, അങ്ങനെ മരിക്കുള്ളൂ, കാരണം കള്ളു കുടിച്ചേ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ജീവിതത്തിൽ കുടിച്ചാസ്വദിച്ചു, മരണത്തിൽ കുടിച്ചു ദുഃഖിക്കേണ്ടി വരും. പാട്ടുപാടി ആസ്വദിച്ചാൽ പാട്ടുപാടി മരണത്തിൽ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു ആക്കിബത്ത് നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ വഫാത്തായത് ഒരു ബുധനാഴ്ച രാത്രിയാണ്. കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് ബുധനാഴ്ച രാത്രിയാണ്. എന്തേ കോയക്കുട്ടി ഉസ്താദും ബുധനാഴ്ചയും തമ്മിലുള്ള ബന്ധം? ഉസ്താദ് പ്രത്യേകമായി ദിക്ർ ചൊല്ലി ആസ്വദിക്കുന്ന രാത്രി ബുധനാഴ്ച രാത്രിയാണ്. ഉസ്താദിനെ ആരെങ്കിലുമൊക്കെ ദിക്ർ മജ്ലിസിന് വിളിച്ചാൽ അറിയാം. വിളിച്ച നമ്മുടെ ഏതെങ്കിലും മഹല്ലുകളിൽ ബഹുമാനപ്പെട്ടവരുടെ ദിക്ർ മജ്ലിസ് നടക്കാറുണ്ടെങ്കിൽ അറിയാം. ദിക്ർ മജ്ലിസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയും, ഞാൻ ബുധനാഴ്ച രാത്രി അങ്ങോട്ട് വരാം, അന്ന് തുടങ്ങാമെന്ന് പറയും. ഞാൻ വെള്ളിയാഴ്ച രാവിലെ വരാമെന്ന് പറയൂല. വഫാത്തിന് അല്ലാഹ് തെരഞ്ഞെടുത്തു. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് ആസ്വദിച്ച സമയം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് യാസീൻ സൂറത്തോതി ആ ആയത്തെത്തിയപ്പോൾ ആവർത്തിച്ചോതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു അവസരം നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് ആസ്വദിച്ചത് കൊണ്ടാണ്. നമുക്ക് മജ്ലിസിനൂർ ചൊല്ലാറുണ്ട്, യസ്സിർ സകറാത്തില്ലിയ തൂമി തുദീനൽ മുൻജിയ യാ മൻ യഖി അൻ ഹാവിയ ഖീനി ദവാമയ്യ അല്ലാഹ് ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ബദരീങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ മരിക്കുമ്പോൾ ബദരീങ്ങൾ ഓർമ്മ വരും. ബദരീങ്ങൾ ഓർമ്മ വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനാവും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആസ്വദിച്ചത് ഖുർആനിനെയാണ്. വഫാത്തിൽ ഖുർആൻ ഓതാനാ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചത് നിസ്കാരത്തെയാണ്. വഫാത്തിന്റെ സമയത്ത് അസ്സലാ അസ്സലാ വമാ മലകത് അയ്മാനുക്കും ഇല റഫീഖിൽ അല എന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസ്വാദനമായിരുന്നു നിസ്കാരം. വഫാത്തിന്റെ സമയത്ത് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം മനുഷ്യനിലുണ്ടാവും. എന്തിനെ ആസ്വദിച്ചോ അതിനെ പേടിക്കണം. നല്ലതാണെങ്കിൽ അൽഹംദുലില്ലാ, ഷർറാണെങ്കിൽ തിരുത്തേണ്ടതാണ്.
സിനിമ കണ്ട്, സീരിയൽ കണ്ട്, ഗെയിംസ് കളിച്ച് സമയം ചെലവഴിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ആളുകൾ, സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ചിന്തിക്കണം. പ്രത്യേകിച്ചും പ്രവാസത്തിൽ വന്നു, ഭർത്താവ് രാവിലെ ബിസിനസ്സിന് പോയി, വൈകുന്നേരം വരെ ഒന്ന് സംസാരിച്ചിരിക്കാനോ കഥ പറയാനോ ഫോൺ ചെയ്യാനോ സമയമില്ലാത്ത വിധം ബിസി ഷെഡ്യൂളുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യ വീട്ടിലിരിക്കുകയാണ്. കാര്യമായി പണിയൊന്നുമില്ല, പുറത്തിറങ്ങിപ്പോകാൻ ഒഴിവ് ആവശ്യമില്ല, വെറുതെ ഇരിക്കുമ്പോൾ. എന്നാൽ പിന്നെയുള്ളത് തങ്ങളുടെ വീട്ടിൽ ടെലിവിഷനും അവിടെയുള്ള റിമോട്ടും മാത്രമാണെങ്കിൽ അതിൻ്റെ മുന്നിലിരുന്ന് സമയം ചെലവഴിക്കല്ലേ. വലിയ അപകടങ്ങൾ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡിലുണ്ടാകും. കുറേ കാലമൊന്നും ആരുടെ മുമ്പിലില്ല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ, അള്ളാഹു ദുന്യാവിൽ മനുഷ്യന് നിർണയിച്ച സമയത്ത് തന്നെയാണ് സത്യം. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു മറ്റൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സെക്കൻഡാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അധിക മനുഷ്യരും ആ വിഷയത്തിൽ പരാജയപ്പെടുന്നവരാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. സിനിമ ആഴ്ചയിൽ ഒന്നെങ്കിലും കണ്ടാൽ സിനിമയുടെ മാധുര്യം ചിന്തിച്ചു കൊണ്ടായിരിക്കണം അവസാനത്തെ സെക്കൻഡ് എന്നത് ഓർക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ RTO, സാധാരണ നാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് RTOയുടെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ RTO പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ 95% ആക്സിഡൻറ്റ് മരണങ്ങളുടെയും പിന്നിൽ ലഹരി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നതാണെന്ന് പറയും. സത്യത്തിൽ അങ്ങനെയല്ല. കുടിച്ച് ജീവിച്ചവൻ കുടിച്ചേ മരിക്കൂ എന്നതാണ് സത്യം. അല്ലെങ്കിൽ കബൂലായ തൗബ ചെയ്യാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഈ സെക്കൻഡ് അത് അവസാനിപ്പിക്കാനുള്ളതാകണം. ചില ആളുകൾക്ക് തോന്നും ഞാൻ കുറേ ചെയ്തല്ലോ, ഇനി നന്നാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ആരും ചിന്തിക്കണ്ട. നിങ്ങൾ എന്ത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ഖാലിഖായ റബ്ബിലേക്കൊന്ന് മനസ്സറിഞ്ഞ് അടുക്കാനൊരുങ്ങിയാൽ അള്ളാഹു കബൂൽ ചെയ്യാൻ തയ്യാറാണ്. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചല്ലോ. നന്നാവണമെന്ന് ആഗ്രഹിക്കും. നന്നാവണമെന്ന് ആഗ്രഹിച്ച് നാം വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് തീരുമാനം മാറാറുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നന്നാവാൻ കൊതിച്ച അതേ സെക്കൻഡിൽ തൗബ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നന്നാവാൻ മനുഷ്യനൊരു സെക്കൻഡേ ആവശ്യമുള്ളൂ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ തസ്ബീഹ്മാല പിടിച്ച് 10,000 കോടി തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലൊന്നുമല്ല. ബോധത്തോടെ അല്ലാ എന്ന് ഒരിക്കലെങ്കിലും വിളിക്കാൻ ശ്രമിക്ക്. ബോധമില്ലാതെ 10,000 തവണ വിളിക്കുന്നതിനേക്കാളും നല്ലത് ഒരൊറ്റ തവണയെങ്കിലും അല്ലാഹ് എന്ന് ബോധത്തോടെയൊന്ന് വിളിക്ക്. ഇസ്തിഗ്ഫാർ ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി. മനസ്സിലെപ്പോഴാണോ നന്നാവാൻ തോന്നിയത് ഉടനെ തൗബ ചെയ്തേക്ക്. ഇന്നും കൂടി കഴിയട്ടെ, വീട്ടിൽ പോകട്ടെ, അതല്ലെങ്കിൽ വുളു ഒന്ന് ചെയ്തു വരട്ടെ, നാളത്തെ സുബഹിയാവട്ടെ എന്ന് തീരുമാനിക്കരുത്. അതൊക്കെ തീരുമാനിച്ച പ്രശ്നമാണ്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തെൽബീസുൽ ഇബ്ലീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യനെ നശിപ്പിക്കാൻ ഇബ്ലീസ് ഉപയോഗിക്കുന്ന ആയുധം സൗഫയാണെന്നാണ്. സൗഫ എന്ന് പറഞ്ഞാൽ ഇപ്പം നന്നാവേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നന്നാവാന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇത് ഏതായാലും ലാസ്റ്റാണ്, ഇതും കൂടി കഴിയട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് പറയും. ഇത് ഇബ്ലീസിൻ്റെ ഒരു ഹിക്മത്താണ്. ഇതും കൂടി ഇങ്ങ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക എന്ന് പറയും. അവിടെയാണ് മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യൻ എപ്പോഴാണോ കൽബ് നന്നാവണമെന്ന് കൊതിച്ചത് ഉടനെ തൗബ ചെയ്തിരിക്കണം. എന്നാൽ മനുഷ്യൻ്റെ കൽബ് നന്നാവാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹു തൗബ സ്വീകരിക്കാൻ, സ്വാലിഹായ മനുഷ്യനായി മാറാൻ ഒരു സെക്കൻഡേ ആവശ്യമുള്ളൂ. അതിനെ നേരത്തെ കണ്ടറിയാൻ മനുഷ്യന് സാധിക്കണം. മരിക്കാൻ സമയമാകുമ്പോൾ എല്ലാവരും അള്ളാഹിനോട് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരു സെക്കൻഡ് അനുവദിച്ചാൽ ഞാൻ സ്വാലിഹായി തിരിച്ചു വരാമെന്നൊക്കെ പറയും. അള്ളാഹ് 10 സെക്കൻഡ് അനുവദിച്ചാൽ എന്താ ചെയ്യുക? ഒരു സെക്കൻഡ് അനുവദിച്ചാൽ ഞാൻ സ്വാലിഹായി തിരിച്ചു വരാമെന്നാണ് പറയുന്നത്. സാധ്യമാണ്. അത് നേരത്തെ തിരിച്ചറിയാൻ പറ്റണം. മരണസമയത്ത് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ സെക്കൻഡ്, ഈ രാത്രി ഒരിക്കലും വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തൗബയുടെ ബോധമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവെ ഒരിക്കലെങ്കിലും അള്ളാ എന്നൊന്ന് വിളിച്ച് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഇനിയൊരിക്കലും ആ തിന്മയിലേക്കില്ല റബ്ബേ എന്ന് മനസ്സറിഞ്ഞൊന്ന് റബ്ബിനോട് പറഞ്ഞ് തിരുത്താൻ നാം തയ്യാറായാൽ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കാൻ റെഡിയാണ്. അള്ളാഹുവിന് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് താല്പര്യമില്ല. അള്ളാഹുവിന് ഇഷ്ടം നാം സ്വർഗത്തിൽ പോകലാണ്. അള്ളാഹുവിന് ലോകത്തൊരു ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാഥനായ, നമ്മുടെ സ്നേഹനിധിയായ, നമ്മുടെ കാരുണ്യവാനായ അല്ലാഹു ജല്ല ജലാലു തന്നെയാണ്. ആ റബ്ബിനെ മനസ്സുകൊണ്ടൊന്ന് സ്വീകരിക്കാൻ തയ്യാറാവ്. എത്ര വരെയെന്നറിയോ? ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എണ്ണമധികമാവില്ലെന്നറിയുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മലായിക്കത്തിന് ഏർപ്പാട് ചെയ്ത റബ്ബാ നമ്മുടെ അല്ലാഹ്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم.
നാം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അധികമുണ്ടാകില്ല എന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അർശിനെ ചുറ്റുന്ന മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തത് നമ്മുടെ റബ്ബാണെങ്കിൽ, എല്ലാ മിനിറ്റിലും കോടിക്കണക്കിന് റഹ്മത്തുകളെ നമ്മുടെ ബോഡിയിൽ അപ്ഡേറ്റ് ചെയ്തു തരുന്നത് നമ്മുടെ അള്ളാഹു ആണെങ്കിൽ, ആ അള്ളാഹിനോടൊന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക്, റബ്ബേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നീ എന്നോട് പൊറുക്കണമെന്ന് ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹ് കബൂൽ ചെയ്യും. അള്ളാഹ് കബൂൽ ചെയ്യാൻ വെറുപ്പൊന്നുമില്ല. അള്ളാഹ് ആരെയും സ്വീകരിക്കാതിരിക്കൊന്നുമില്ല. അള്ളാഹു ആരെയും മാറ്റി നിർത്താൻ ചെയ്യാറില്ല. മനസ്സറിഞ്ഞൊന്ന് തൗബ ചെയ്യണം. അത് കുറേ സമയം ചെയ്യണമെന്നൊന്നുമില്ല, ബോധത്തോടെ കുറച്ച് സമയമെങ്കിലും ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്, ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമല് അള്ളാഹ് എനിക്ക് കാണിച്ചു തരും. വമാ വജത്തുഹു മിൻ ഖൈരിൻ ഹമിത്തുല്ലാഹ അലൈഹി, നിങ്ങളെന്തെങ്കിലും നന്മ ചെയ്താൽ ഞാൻ അള്ളാഹിനെ സ്തുതിക്കും. വമാ വജത്തുഹു മിൻ ഗൈരി ദാലിക, നിങ്ങളെന്തെങ്കിലും തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഗൗരവമുള്ള ഹദീസാണ്. നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഇസ്തിഗ്ഫാർ ചോദിക്കും. ഇസ്തിഗ്ഫാർ എപ്പോഴാ ചോദിക്കുക? മനസ്സിന് വേദന ഉണ്ടാവുമ്പോഴാണ്. മനസ്സ് വേദനിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് ഇസ്തിഗ്ഫാർ. 3 മണിക്കൂർ സിനിമ കണ്ടപ്പോൾ 3 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീണിട്ടില്ലെങ്കിൽ 3 മണിക്കൂർ ഇത് കണ്ടവനെ ഓർത്ത് വേദനിച്ച ഒരു കണ്ണ് മദീനയിലെ പച്ചക്കൊമ്പൊക്കെ താഴെ ഇരുന്ന് നമ്മെ നോക്കിക്കാണുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുത്തുനബിയെ വേദനിപ്പിച്ചിട്ട് ഏതെങ്കിലും സിനിമാ നടന്റെ കോമഡി കേട്ട് സന്തോഷിക്കണമെന്നാണ് തീരുമാനമെങ്കിൽ നാളെ ഹബീബിന്റെ മുമ്പിലേക്കാണ് ഷഫാഅത്തിന് പോകേണ്ടത് എന്ന ബോധമുണ്ടാകുന്നത് നന്നാവില്ലേ? അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. നമ്മുടെ എല്ലാ അമലുകളും മദീനയിൽ കാണുന്നുണ്ട്. എല്ലാ അമലും മദീനയിൽ കാണുന്നുണ്ട്. തിന്മ കാണുമ്പോൾ മുത്തുനബിക്ക് വേദനയാണ്. അള്ളാഹിൻ്റെ ഹബീബിനെ വേദനിപ്പിച്ച് എന്തിനാ മുഅ്മിനെ നാം ഇബ്ലീസിനെ സന്തോഷിപ്പിക്കുന്നത്? സിനിമ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഏതെങ്കിലും ഹറാമ് ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദം തോന്നിയേക്കും. ഗാനമേളയുടെ സദസ്സിൽ പോയിരുന്നാൽ അതൊരു ടേസ്റ്റാന്നൊക്കെ തോന്നിയേക്കും. കുറച്ച് സമയമല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല, പിന്നെന്താ എനിക്കും അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നും. പക്ഷേ നീ ഇബ്ലീസിനെ സന്തോഷിപ്പിച്ചിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കാമെന്ന, നമ്മെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു വന്ന 23 വർഷക്കാലം നമ്മുടെ വിജയത്തിന് വേണ്ടി മാത്രം കൊതിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വേദനിപ്പിച്ച് ഇബ്ലീസിനെ സന്തോഷിപ്പിക്കാൻ ഒരുങ്ങല്ലേ? ഇബ്ലീസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖിനെ വേദനിപ്പിക്കാൻ ഒരുങ്ങല്ലേ? അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മഹല്ലിൻ്റെ തലത്തിലേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിലൊരു മഹല്ല് എന്ന രീതിയിൽ കോഴിക്കോട് ജില്ലാ SKSFിൻ്റെയും അബുദാബിയിലെ SKSFിൻ്റെ നേതാക്കന്മാരുടെയും സഹകരണത്തോടു കൂടെ ജില്ലയിലെ എല്ലാ മഹല്ലുകളിലും നാട്ടുനന്മ എന്ന ഒരു പദ്ധതി നടപ്പിലാകുന്നുണ്ട്. നമ്മുടെ മക്കളെ ഭാവിക്ക് വേണ്ടിയാണ്. ഞാൻ വിശദീകരിക്കുകയല്ല, പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പലയിടത്ത് വെച്ച് വിശദീകരിച്ചതാവും. നമ്മുടെ പെൺകുട്ടികളുടെ നിലവിലുള്ള അവസ്ഥ വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കി പലപ്പോഴും ഒളിച്ചോട്ടങ്ങളൊക്കെ നിസാരവൽക്കരിക്കപ്പെടുകയും ഒരു പെൺകുട്ടിയെ ഒളിച്ചോടാത്ത മഹല്ല് കേരളത്തിൽ കണ്ടെത്താൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി ഒരു പെൺകുട്ടി ഒളിച്ചോടി എന്ന് കേൾക്കരുത് എന്നത് നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തകരുടെ താല്പര്യമാണ്. നമുക്കങ്ങനെ തോന്നും, തിരുവള്ളൂർ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. ശരിക്കൊരു ക്ലാസ് നടന്നാൽ എത്ര കുട്ടികളുടെ മനോഭാവം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന പല സ്ഥലമുണ്ട്. തിരുവള്ളൂർ നല്ല മഹല്ലാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഒരു അദാബുമില്ലാതെ സന്തോഷത്തോടെ ഈമാനോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ മഹല്ലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതേസമയം പുതിയ തലമുറക്ക് തിന്മയുടെ സാധ്യത കൂടുതലായതുകൊണ്ട് എവിടെയൊക്കെയോ കുടുങ്ങിപ്പോയ ചില കൈകക്കണ്ണുകളുടെ വലയിൽ സ്വാധീനിക്കപ്പെട്ടു പോയ മക്കളുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ. അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഉപദേശം നൽകാൻ ആരും വരാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അവരെ മാത്രം വിളിച്ചിരുത്തി 8ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള അവിവാഹിതരായ പെൺകുട്ടികളെ മാത്രം വിളിച്ചിരുത്തി അവരുടെ മനോഭാവം മനസ്സിലാക്കി അവർക്ക് ജീവിതത്തിന് ആവശ്യമായ ക്ലാസ് കൊടുത്ത് അവരെ പൂർണ്ണമായി ദീനീ ചുറ്റുപാടോടെ ജീവിക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്ന ഒരു 3 ക്ലാസ് ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് SKSF ജില്ലാ കമ്മിറ്റി അബുദാബി SKSFിൻ്റെ സഹായത്തോടു കൂടെ നടപ്പിലാക്കുന്ന നാട്ടുനന്മ. രണ്ടർത്ഥത്തിൽ നിങ്ങളതുമായി സഹകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അത് നമ്മുടെ മഹല്ലിൽ ഭംഗിയായി നടക്കണം.
ഭംഗിയായി നടക്കണം. നമ്മുടെ നാട്ടിൽ ഇനിയൊരു കുട്ടി ഒളിച്ചോടി എന്ന് കേൾക്കരുത്. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഓരോ മഹലിലും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, എൻ്റെ മഹലിൽ എത്തിയിട്ടില്ലല്ലോ, അപ്പുറത്തെ മഹലല്ലേ എന്ന്. നമ്മുടെ പെങ്ങന്മാരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മളെപ്പോലെ വിശ്വസിച്ചവരാണ്. ലോകത്ത് എവിടെയൊരു മുഅ്മിനിന് വേദനയുണ്ടായാലും അത് സ്വന്തം മക്കളെ വേദനയെപ്പോലെ വേദനയായി കാണാൻ പറ്റുമ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുന്നുള്ളൂ. ആ അർത്ഥത്തിൽ തന്നെ വിഷയങ്ങളെ കാണണം. കാസർഗോഡ് ഒരു പെൺകുട്ടി പോയപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ എളുപ്പമായി. കൊയിലാണ്ടിയിൽ കല്യാണത്തിൻ്റെ തലേന്ന് പോയപ്പോൾ എല്ലാവരും സജീവമായി ഷെയർ ചെയ്തു. എന്തേ സംഭവിച്ചത്? നമ്മളെ മോള് പോയപ്പോൾ നമ്മൾ ഷെയർ ചെയ്തതിന് തുല്യമാണ്. നമ്മളെ പെങ്ങള് പോയപ്പോൾ നമ്മൾ നാട്ടുകാരോട് പരസ്യപ്പെടുത്തിയതിന് തുല്യമാണ്. അതിനും ഒരു ഉമ്മയും ഉപ്പയുമുണ്ട്. ആ ഉമ്മാക്കും ഉപ്പാക്കും ഒരു വേദനയുണ്ട്. ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കണ്ണുനീരിൻ്റെ വില നമ്മുടെ കണ്ണുനീരിൻ്റെ വിലയും സെയിമാവണം. ആ അർത്ഥത്തിലാവുമ്പോഴേ മുഅ്മിനീങ്ങൾ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളാണെന്ന് പറഞ്ഞ ജ്യേഷ്ഠനുജന്മാരെ പോലെ ജീവിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ച ആ ഒരു സന്ദേശത്തിൻ്റെ ദർശനത്തിലേക്ക് നാം എത്തുന്നുള്ളൂ. ആ ഒരു അർത്ഥത്തിലാവണം ഇനിയുള്ള നമ്മുടെ ജീവിതം. ഒരിക്കലും നമ്മുടെ മഹലിൽ ഒരു കുട്ടി പോയി എന്ന് കേൾക്കേണ്ട ഗതികേടുണ്ടാകരുത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. എന്തെങ്കിലും മോശമായ ചിന്ത അവരിലുണ്ടെങ്കിൽ റബ്ബേ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ഈ സെക്കൻഡ് തന്നെ അവരെ കൽബിന് ശുദ്ധി നൽകണം റഹ്മാനെ. ഒരുപാട് മക്കളെക്കുറിച്ച് കേൾക്കാൻ നാട്ടുനന്മ നടന്നു. പല മഹലിലും മക്കളിങ്ങനെ വളരെ കൂളായി ചോദിക്കുക, എന്താപ്പം അങ്ങനെ ചെറുപ്പക്കാരൻ്റെ കൂടെ പോയാൽ എന്താ സംഭവിക്കാനുള്ളതെന്ന്. മക്കളെ മനോഭാവം അങ്ങനെയാണ്. 4ഉം 5ഉം പഠന ക്ലാസ് ആഴ്ചയിൽ നടക്കുന്ന മഹല്ലുകളിൽ പോലും ഒളിച്ചോട്ടത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഒളിച്ചോടിയത് അപൂർവമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. കേരളത്തിൽ അധികം മഹല്ലുകളിലും ഒരു കുട്ടിയെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ട്. 30 കുട്ടികൾ ഒളിച്ചോടിപ്പോയ മഹല്ലുകൾ കോഴിക്കോടുണ്ട്. 18ഉം 17 കുട്ടികൾ ഒളിച്ചോടിപ്പോയ മഹല്ലുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. ഒരു വർഷത്തിൽ 12 കുട്ടികൾ ഒളിച്ചോടിപ്പോയ മഹല്ലുകളുണ്ട്. 8 കുട്ടികൾ ഒളിച്ചോടിപ്പോയ മഹല്ലുകളുണ്ട്. അതും SC ST ഹൈന്ദവ സഹോദരന്മാരുടെ പ്രണയ വലയിൽപ്പെട്ട്, കൈകക്കണ്ണുകളുടെ വലയിൽപ്പെട്ട് നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ട മഹല്ലുകളുണ്ട്. മഹല്ലിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുടെ മക്കൾ പോലും പോയിട്ടുണ്ട്. മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ട ചില പ്രധാനപ്പെട്ട ഉലമായിൻ്റെ ഉമറായിൻ്റെ മക്കളെ പോലും ചിലർ ആ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൃത്യമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് SKSF ഗൗരവത്തോടെ ഇടപെടാനൊരുങ്ങിയത് നാട്ടുനന്മ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഓരോ മഹലിലേക്ക് പോകുമ്പോഴും വേദനയാണ്. 20-25 കുട്ടികളൊക്കെ എഴുതി തരാണ്, സാർ ഞങ്ങളിങ്ങനെ പെട്ടിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല. അവനെ നേരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ അവൻ റാഗിങ് നടത്തും, അതുകൊണ്ട് നിങ്ങളെങ്കിലും ഒന്ന് വിളിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമോ എന്ന് പേരെഴുതി നമ്പർ എഴുതി തരുന്ന ഒരുപാട് മക്കളെ കോഴിക്കോട് ജില്ലയിൽ ഓരോ മഹലിലും കണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ അത് കൃത്യമായി നടക്കുകയും ജില്ലയുടെ എല്ലാ ഭാഗത്തും ഇത് കൃത്യമായി പ്രചാരണം നടക്കുകയും ചെയ്തത്. എല്ലായിടത്തും ഓരോ മഹലിൽ നടക്കുമ്പോൾ ഈ വാപ്പന്മാർ നേരെ അനുഭവിക്കുകയാണ്. ഒരു മഹലിൽ ഒരു ക്ലാസ്സിന് ഞാൻ ചെന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, ഉസ്താദ് എൻ്റെ ബാക്കിലിരിക്കുന്നതിൻ്റെ വാപ്പയാണ്, വാപ്പ മാറി നിന്നാൽ എനിക്കൊന്ന് നന്നായി സംസാരിക്കായിരുന്നു, എനിക്ക് ചില ഗൗരവത്തിലുള്ള വിഷയങ്ങൾ പറയാണ്ട് പറഞ്ഞു. ഞാൻ ആ മഹല്ല് ഭാരവാഹികളൊക്കെ ബാക്കിൽ നിന്ന് മാറ്റി. ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഈ കുട്ടി ഉൾപ്പെടെ 6 കുട്ടികൾ എന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ കേസ് പറയാണ്ട്. ഈ കുട്ടി മുന്നിൽ നിന്ന് കരയാണ്, പറയുന്നില്ല. കുറേ സമയം കരഞ്ഞു, നാവ് ഇളങ്ങുന്നില്ല കുട്ടിയുടെ. ഞാൻ പറഞ്ഞു, മോളെ നേരെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് എഴുതി തന്നോളൂ എന്ന്. കുട്ടി ഇത്ര എഴുതിയുള്ളൂ, ഈ ക്ലാസ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ കഥ കൂടി ഈ മഹല്ലിൽ പറയേണ്ടി വരുമായിരുന്നു എന്ന്. ഈ ക്ലാസ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ കഥ കൂടി ഈ മഹല്ലിൽ പറയേണ്ടി വരുമായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ അയാൾ അറിഞ്ഞത് പരിചയപ്പെട്ട ഒരു അവിശ്വാസി സഹോദരനോടൊപ്പം പ്രണയത്തിൽപ്പെട്ട് ഒളിച്ചോടാനുള്ള അവസാന സാഹചര്യത്തിലായിരുന്നു പെൺകുട്ടി. ഒരാഴ്ചക്കുള്ളിൽ പോകേണ്ടവരുടെ ജീവിതം നാട്ടുനന്മയുടെ ഇടപെടൽ കൊണ്ട് അള്ളാഹു തിരിച്ചു നൽകിയതാണ്. ഞാൻ തിരിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് കയറി ചെന്നു. പള്ളി സെക്രട്ടറിനോട് പറഞ്ഞു, എൻ്റെ മോളും ക്ലാസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളും ക്ലാസ്സിലുണ്ടായിരുന്നു, ഞാൻ അവളെ ക്ലാസ് ആവശ്യമായിട്ട് കൊണ്ടുവന്നതല്ല, അവളെ വളണ്ടിയറായി കൊണ്ടുവന്നതാ, അവൾ നല്ല കുട്ടിയാണ്. ഏത് കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്? ഒരാഴ്ച കൂടി അവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു അവിശ്വാസിക്ക് ഇരയായി മാറുമാ എന്ന് സ്വയം എഴുതി തന്ന പെൺകുട്ടിയെക്കുറിച്ച്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, 1ഉം 2ഉം 10ഉം 15ഉം അനുഭവങ്ങളല്ല. നിങ്ങളെപ്പോഴെങ്കിലും നട്ടുനന്മ നടത്തുന്ന ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളോട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ പോയിട്ട് ഫീഡ്ബാക്ക് വായിച്ചാൽ മതി. ഓരോ മഹലിൻ്റെയും ഫീഡ്ബാക്ക് കൃത്യമായി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇസ്ലാമിക് സെൻ്ററിലുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ജീവിതം അപകടാവസ്ഥയിലെത്തി രക്ഷ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി.
അവിടെയാണ് നാട്ടുനന്മയുടെ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ നിങ്ങളുടേതായ എല്ലാ അർത്ഥത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഇത് സംബന്ധമായി നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഇവിടെ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നമ്മുടെ പ്രവാസികളായ സഹോദരന്മാരുടെ മക്കൾ ഉൾക്കൊള്ളുന്ന 7ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു പഠന ക്ലാസ് നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. സാധ്യമാകുന്ന മക്കളെ ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണമെന്ന് സ്നേഹബുദ്ധി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, കോഴിക്കോട് ജില്ലയിലെ മഹല്ല് ഭാരവാഹികൾ എന്ന രീതിയിൽ നന്ദിദാറുസ്സലാം അറബി കോളേജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മഹല്ലിലെ ഇവിടുത്തെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ സ്ഥാപനത്തെ ഇതുവരെ സഹായിച്ച് കൈകാര്യം ചെയ്ത ആളുകൾ എന്ന രീതിയിൽ നിങ്ങളുമായി മറ്റൊരു സമയത്ത് നിങ്ങളെ സമീപിക്കും. നിങ്ങൾ ആവശ്യമായ രീതിയിൽ അതുമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയൊരു പ്രതിസന്ധിയിൽ നമ്മുടെ ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനമായ നന്ദിദാറുസ്സലാം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. അത് നീക്കിക്കൊടുക്കേണ്ടത് നാം എല്ലാവരും തന്നെയാണ്. അള്ളാഹു നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വലിയ ഖൈറും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. അർഹമുറാഹിമായ റബ്ബെ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതൊക്കെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ മഹൽ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരിലും ഖൈറും റഹ്മത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹല്ലത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. പ്രത്യേകിച്ചും അനുസ്മരിക്കപ്പെടാൻ പോകുന്ന ബഹുമാനനായ യസീ സാഹിബ്, അതുപോലെ ആ മഹലിൽ ആരൊക്കെ ജീവിച്ച് മരിച്ചോ, ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടോ, എല്ലാവരും ഖബറിലും സ്വർഗീയ നിഅമത്ത് ചൊരിയണേ അല്ലാഹ്. എന്തെങ്കിലും പ്രയാസം ഖബറിലുണ്ടെങ്കിൽ അല്ലാഹുവേ, ഈ മജ്ലിസിൽ പറഞ്ഞതിൻ്റെ കേട്ടതിൻ്റെ ഇതിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഹിസാബില്ലാതെ സ്വർഗം തരണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കാതെ ജീവിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടു കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.